സംഖ്യാപുസ്തകം അധ്യായം 4. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം വീണ്ടും മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ലേവ്യരിൽ വച്ച് കൊഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവരായി സമാഗമന കൂടാരത്തിൽ ജോലി ചെയ്യുവാൻ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായുമുള്ള സംഖ്യ എടുപ്പിൻ. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കൊഹാത്യരുടെ ചുമതല എന്തെന്നാൽ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹറോനും പുത്രന്മാരും ഒന്ന് തിരശ്ശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപെട്ടകം മൂടണം. തകശു തോൽ കൊണ്ടുള്ള മൂടി അതിന്മേലിട്ട് അതിനു മീതെ നീല ശീല വിരിച്ചു തണ്ട് ചെലുത്തണം. കാഴ്ചയപ്പം വയ്ക്കുന്ന മേശമേലും ഒരു നീല തുണി വിരിച്ചു അതിന്മേൽ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും വയ്ക്കണം. നിരന്തരമായ അപ്പവും അതിന്മേലിരിക്കണം. അവയുടെ മേൽ ഒരു ചുവപ്പു തുണി വിരിച്ച് തകശു തോൽ കൊണ്ടുള്ള മൂട് വിരിയാൽ അത് മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം. ഒരു നീലത്തുണിയെടുത്ത് വെളിച്ചത്തിനുള്ള നിലവിളക്കും അതിൻ്റെ ദീപങ്ങളും ചവണകളും കരിന്തിരി മുറിക്കുന്ന പാത്രങ്ങളും അതിൻ്റെ ഉപയോഗത്തിനുള്ള എണ്ണക്കുടങ്ങളും മൂടണം. അതും അതിൻ്റെ പാത്രങ്ങളെല്ലാം തഹശു തോൽ കൊണ്ടുള്ള ഒരു വിരിയിൽ പൊതിഞ്ഞ് ഒരു തണ്ടിന്മേൽ വച്ച് കെട്ടണം. സ്വർണ്ണ പീഠത്തിന്മേലും അവർ ഒരു നീലത്തുണി വിരിച്ച് തഹശു തോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും തണ്ടും ചെലുത്തുകയും വേണം. വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളെല്ലാം അവർ എടുത്ത് ഒരു നീലത്തുണിയിൽ പൊതിഞ്ഞ് തഹശു തോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും ഒരു തണ്ടിന്മേൽ വച്ചു കെട്ടുകയും വേണം. അവർ യാഗപീഠത്തിൽ നിന്ന് ചാരം നീക്കി അതിന്മേൽ ഒരു ധൂമ്രശീല വിരിക്കണം. അവർ അതിന്മേൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനുള്ള ഉപകരണങ്ങളായ കലശം, മുൾക്കുളത്ത്, ചട്ടുകം, കലം എന്നിങ്ങനെ യാഗപീഠത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ വയ്ക്കണം. തഹശു തോൽ കൊണ്ടുള്ള ഒരു വിരി അതിന്മേൽ വിരിക്കുകയും തണ്ട് ചെലുത്തുകയും വേണം. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹ്റോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരവും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളെല്ലാം കൂടിയ ശേഷം കൊഹാത്യർ വഹിക്കുവാൻ വരണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും സ്പർശിക്കരുത്. സമാഗമന കൂടാരത്തിൽ കൊഹാത്യരുടെ ചുമട് ഇവയാകുന്നു. പുരോഹിതനായ അഹ്റോന്റെ മകൻ എലിയാസാർ നോക്കേണ്ടത് വെളിച്ചത്തിനുള്ള എണ്ണ, സുഗന്ധ ധൂപവർഗം, നിരന്തര ഭോജനയാഗം, അഭിഷേക തൈലം എന്നിവയും തിരുനിവാസം മുഴുവനും അതിലുള്ളതെല്ലാം വിശുദ്ധ മന്ദിരവും അതിൻ്റെ ഉപകരണങ്ങളും. ദൈവം വീണ്ടും മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, നിങ്ങൾ കൊഹാത്യ കുടുംബങ്ങളുടെ ഗോത്രത്തെ ലേവ്യരിൽ നിന്ന് ഛേദിച്ചു കളയരുത്. അവർ അതിവിശുദ്ധ വസ്തുക്കളോട് അടുക്കുമ്പോൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യണം. അഹറോനും പുത്രന്മാരും അകത്തു കിടന്നു അവരിൽ ഓരോരുവനെ അവനവൻ്റെ ജോലിക്കും അവനവൻ്റെ ചുമടിനും നിയമിക്കണം.
എന്നാൽ അവർ വിശുദ്ധ മന്ദിരം കണ്ടിട്ട് മരിച്ചു പോകാതിരിക്കേണ്ടതിന് അല്പനേരം പോലും അകത്ത് പ്രവേശിക്കരുത്. ദൈവം വീണ്ടും മോശയോടരുളി ചെയ്തു, ഗേർശോന്യരെയും കുലമായും കുടുംബമായും എണ്ണി സംഖ്യയെടുക്കുക. 30 വയസ്സു മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ ജോലി ചെയ്യുവാൻ പ്രവേശിക്കുന്ന എല്ലാവരെയും എണ്ണണം. സേവനം ചെയ്യുന്നതിലും ചുമടെടുക്കുന്നതിലും ഗേർശോന്യ കുടുംബങ്ങൾക്കുള്ള ചുമതല എന്തെന്നാൽ, തിരുനിവാസത്തിൻ്റെ തിരശീല, സമാഗമന കൂടാരം, അതിൻ്റെ മൂടുവിരി, തഹശൂതോൽ കൊണ്ട് അതിന്മേലുള്ള പുറം മൂടി, സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനുള്ള മറശ്ശീല, പ്രാകാരത്തിൻ്റെ മറശ്ശീല, തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ വാതിലിനുള്ള തിരശ്ശീല, അവയുടെ കയറ് എന്നിവയും അവയുടെ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങൾ എല്ലാം അവർ ചുമക്കണം. അവ സംബന്ധിച്ച് ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്യണം. ഗേർശോന്യരുടെ എല്ലാ ചുമടുകളും എല്ലാ ജോലികളും സംബന്ധിച്ചുള്ളതെല്ലാം അഹരോന്റെയും പുത്രന്മാരുടെയും കൽപ്പനപ്രകാരമായിരിക്കണം. അവരുടെ എല്ലാ ചുമടും നിങ്ങൾ അവരുടെ നടത്തിപ്പിൽ ഏൽപ്പിക്കണം. സമാഗമന കൂടാരത്തിൽ ഗേർശോന്യരുടെ കുടുംബങ്ങൾക്കുള്ള ജോലി ഇതാകുന്നു. ഇവരുടെ സേവനം പുരോഹിതനായ അഹരോന്റെ മകൻ ഈതാമാറിൻ്റെ കീഴിലായിരിക്കണം. മെരാര്യരെയും കുലമായും കുടുംബമായും എണ്ണണം. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിലെ ജോലി ചെയ്യുവാൻ പ്രവേശിക്കുന്ന എല്ലാവരെയും നീ എണ്ണണം. സമാഗമന കൂടാരത്തിൽ അവർക്കുള്ള എല്ലാ വേലയുമായി അവർ എടുക്കേണ്ടുന്ന ചുമട് എന്തെന്നാൽ, തിരുനിവാസത്തിൻ്റെ പലക, അന്താഴം, തൂൺ, ചുവട്, ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ തൂൺ, ചുവട്, കുറ്റി, കയറ് എന്നിവയും അവയുടെ ഉപകരണങ്ങളെല്ലാം അവ സംബന്ധിച്ചുള്ള എല്ലാ ജോലിയും തന്നെ. അവർ വഹിക്കേണ്ട ഉപകരണങ്ങൾ നിങ്ങൾ പേർ പറഞ്ഞ് അവരെ ഏൽപ്പിക്കണം. പുരോഹിതനായ അഹരോന്റെ മകൻ ഈതാമാറിൻ്റെ കീഴിൽ സമാഗമന കൂടാരത്തിൽ മെരാര്യരുടെ കുടുംബങ്ങൾക്കുള്ള സകല സേവന പ്രകാരം അവർ ചെയ്യേണ്ട ജോലി ഇത് തന്നെ. മോശയും അഹരോനും സഭയിലെ നേതാക്കന്മാരും കൊഹ്യാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബമായും കുലമായും എണ്ണി. ആ കുടുംബമായി എണ്ണപ്പെട്ടവർ 2750 പേർ. മോശ മുഖാന്തരം ദൈവം കൽപ്പിച്ചതുപോലെ മോശയും അഹരോനും കൊഹാത്യ കുടുംബങ്ങൾ എണ്ണിയവരായി. സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ ഇവരായിരുന്നു. ഗേർശോന്യരിൽ കുടുംബമായും കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ പ്രവേശിക്കുന്നവരായി. കുടുംബമായും കുലമായും ദൈവം കൽപ്പിച്ചതുപോലെ മോശയും അഹരോനും ഗേർശോന്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി. സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ 2630. മെരാര്യ കുടുംബങ്ങളിൽ കുടുംബമായും കുലമായും എണ്ണപ്പെട്ടവരോ
30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ പ്രവേശിക്കുന്നവരായി അവരിൽ കുടുംബമായി ദൈവം മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും മെരാര്യ കുടുംബങ്ങളിൽ എണ്ണിയവർ 3200. മോശയും അഹ്റോനും ഇസ്രായേൽ പ്രഭുക്കന്മാരും ലേവ്യരിൽ കുടുംബമായും കുലമായും എണ്ണിയവരായി 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിലെ സേവനവും ചുമട്ടുജോലിയും ചെയ്യുവാൻ പ്രവേശിച്ചവർ ആകെ 8580 പേരായിരുന്നു. ദൈവകൽപ്പന പ്രകാരം അവർ മോശ മുഖാന്തരം ഓരോരുവൻ തൻ്റെ വേലയ്ക്കും തൻ്റെ ചുമട്ടിനും തക്കവണ്ണം എണ്ണപ്പെട്ടു. ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ അവരെ എണ്ണി. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.